ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് നാടിന് തന്നെ മോശമാവും. ഒരു നാടിൻ്റെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മളുടെ ഒരു വ്യക്തിയുടെ എപ്പോഴുമുള്ള പ്രശ്നം മാലിന്യ സംസ്കരണം എന്നതാണ്. ഒരു കുടുംബത്തിലായാലും ഒരു വീട്ടിലായാലും എവിടെയായാലും മാലിന്യ സംസ്കരണം എന്നത് വലിയൊരു ഘടകം തന്നെയാണ്. സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം ഹരിതകർമ്മസേന എന്ന രൂപത്തിൽ നാട്ടിലെ കഷ്ടപ്പെടാൻ തയ്യാറായ വനിതകളെ ഉദ്ദേശിച്ച് ചെയ്യുകയും അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാ വീടുകളിലും എത്തി മാലിന്യങ്ങളൊക്കെ വാങ്ങി ശേഖരിച്ചു കൊണ്ടുപോകുന്ന രണ്ടാളുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു മാലിന്യ സംസ്കരണ അല്ലെങ്കിൽ ഒരു ഹരിതകർമ്മ സേനയിലെ 2 അംഗങ്ങൾ എന്ന രീതിയിലല്ല എന്നിവരെ അവതരിപ്പിക്കുന്നത്. കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. സ്മിതയും സുനിത. ഇവർ രണ്ടുപേരും പ്രാധാന്യമുള്ളവരാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിന്ന 2 കഥാപാത്രങ്ങളാണ് ഇവർ. എന്തായിരുന്നു അത് സംഭവം ഒന്ന് പറഞ്ഞുതരുമോ? പ്ലാസ്റ്റിക് എടുക്കാൻ വീടുകൾ കടുമേനു ഭാഗത്ത് നമ്മൾ പോയി. അവിടെ എത്തുമ്പോൾ ഒരു വീടിൻ്റെ വഴിക്കെത്തുമ്പോൾ ഒരു മാല കളഞ്ഞു കിട്ടി. ആ മാല കൊടുത്ത് ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അവർക്ക് നടക്കാൻ പറ്റാത്ത ഒരു ആളുണ്ടായിരുന്നു, ഉദയവാനു പറഞ്ഞ. അവരവിടെ വീടിൻ്റെ ഉള്ളിലുണ്ടായിന്, പുറത്ത് ഒരു ഏട്ടനെ ഇരിക്കുന്നുണ്ടായിന്. അവരൊക്കെ പോയി കാണിച്ചു തരാൻ അവർ പറഞ്ഞു ഇത് സ്വർണ്ണമാണ്, പിന്നെ നിങ്ങൾ പോലാ നമുക്ക് സ്റ്റേഷനിലൊന്ന് വിളിച്ച് ചോദിക്കാം. അന്നേരം പറഞ്ഞു നിങ്ങൾ വരണം, സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ തിരിച്ച് റോഡിലേക്ക് ആദ്യം ഓട്ടോ വിളിച്ച് റോഡിലേക്ക് പോയ സമയത്ത് ആദ്യം ഒരു ചെറിയ മാലയും കൂടെ കിട്ടി. അങ്ങനെ 2 മാല കൊടുത്ത് പിന്നെ നമ്മ സ്റ്റേഷനിൽ പോയി. ആടുന്ന് അത് സ്വർണ്ണാന്നോ നോക്കാൻ ആദ്യം ജ്വല്ലറി പോയി. അത് സ്വർണ്ണാന്ന് തിരിഞ്ഞു. നല്ലോണം കഷ്ടപ്പെട്ടു. സ്വർണ്ണാന്നോ നോക്കാൻ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ജ്വല്ലറി പോയി. അത് സ്വർണ്ണാന്ന് തിരിഞ്ഞിട്ട് ഉടമസ്ഥരപ്പക്ക് ആടെയുണ്ട്. ഉദയഭാനു പറഞ്ഞവരെ മോൻ്റെ ഭാര്യ രേഷ്മ. അത് കഴിഞ്ഞ് അവരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ നമ്മ അവരെ ഒരേ സമയത്ത് 2 മാല നഷ്ടപ്പെട്ടു. ഒരാളുടെ തന്നെ ഒരാളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. അത് നമുക്കറിയില്ല. നമ്മൾ തിരിച്ച് ഒരു മാല കിട്ടി വീടുകളിൽ പോയി തിരിച്ച് റോഡിലേക്ക് വരുമ്പോഴാണ് അടുത്ത മാല, ഒരു ചെറിയ മാല റോഡിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കഷ്ടപ്പാട്, കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, കാരണം മാല കിട്ടി, ആദ്യം പിന്നെ തിരിച്ചു പോയി ചോദിച്ചു, പിന്നീട് അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, പിന്നെ അത് തട്ടാനെടുത്ത് കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയിട്ട് അത്രയും കഷ്ടപ്പെട്ടു. അപ്പം ഒരു ഉടമസ്ഥനക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു മാനുഷികമായ ഒരു ആത്മാർത്ഥത, കാരണം വെച്ചാൽ ആ ഒരു ആത്മാർത്ഥത എന്നല്ല അതിന് പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ സത്യസന്ധത. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം 60,000-ന് മേലെ ഒരു പവൻ സ്വർണ്ണത്തിനുണ്ട്. ഏകദേശം 2-3 പവൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. 2-2.5 പവന്റെ അടുത്തുണ്ടാവും. കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആരും കൊടുക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ്. കാരണം പറഞ്ഞാൽ 2 പവൻ എന്നാൽ ഏകദേശം 1.25 ലക്ഷം റുപ്യ ആവട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ച ഒരു എന്താ പറയുക സത്യസന്ധത, ആത്മാർത്ഥത എന്ന് പറയുന്നത് ശരിക്കും ഒരു നാടിന് തന്നെ, ശരിക്കും വേറെ കാര്യമുണ്ട്, നാടിന് തന്നെ ഒരു മാതൃകയാവേണ്ടതാണ്. മാത്രമല്ല ഈ ഹരിതകർമ്മ സേന എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒരു പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് 50 രൂപയാണ് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ കാണുന്നുണ്ട്. ആ 50 രൂപ തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ക്ഷമയുള്ളവരാണ്. അതുപോലെ ഹരിതകർമ്മ സേനക്കാരെല്ലാം ഭയങ്കര ക്ഷമയുള്ളവരാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ആ 50 രൂപ തരുന്ന സമയത്ത് അവരുടെ ആ വീട്ടിൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ് പറയുന്നത്, ഇപ്പം എല്ലാവരും അങ്ങനെ കണക്കിൽപ്പെടുത്തണ്ട, അവരുടെ ആ മുഖഭാവവും അവരുടെ സംസാര ശൈലിയും ഒരു മാസത്തിൽ ഒരു ദിവസം വരുന്ന 50 രൂപ. ഇപ്പൊ നമ്മൾ നോക്കുന്ന ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ 400 രൂപയാണ്. ആർക്കും ഒരു പരാതിയില്ല, ഇല്ലല്ലോ. ഒരു 50 രൂപ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ ഏതെല്ലാം രീതിയിൽ വിമർശിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുടുംബത്തിലെ ഈ മാലിന്യങ്ങൾ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഇതൊന്നും അറിയില്ലല്ലോ. നമുക്ക് ചക്ക കിട്ടിയിട്ട് അവിടെ കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അത് നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ കഷ്ടപ്പാട് സഹിച്ച് ഈ സാമ്പത്തികമായിട്ട് എത്ര അതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല, നമ്മൾ ചോദിക്കാൻ പറഞ്ഞില്ല. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഈ ഇപ്പം നിങ്ങൾ ഇത് ഒരു ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഹരിതകർമ്മ സേന എന്ന രീതിയിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന 1-2 അനുഭവങ്ങളുണ്ടോ? അത് പ്രത്യേകിച്ച് സ്മിതക്ക് ഉണ്ടാവും. സ്മിത കുറച്ച് പഴക്കമുള്ളതാണ്. ഒന്ന് പറഞ്ഞു തരാൻ പറ്റും?
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 12ാം വാർഡ് ഇപ്പം നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മളെ ഈ നാടും കൂടി ആയതുകൊണ്ട് നമ്മളെല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എല്ലാവരും നമ്മളോട് നല്ല സഹകരണം, വലിയ മോശമായിട്ടൊന്നും ഇപ്പോൾ അടുത്തൊന്നും ആരും പെരുമാറിയില്ല. ആദ്യം രണ്ട് രീതിയിൽ ചിന്തിക്കാം. നിങ്ങളോട് മോശമായി പെരുമാറുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടാണ്. അല്ലാണ്ട് അതും കൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം വെച്ചാല് ചില ആളുകൾ ഇങ്ങോട്ട് ഒന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് പറയുന്ന എത്ര ആളുകളുണ്ട്. പിന്നെ മനുഷ്യരാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല, എല്ലാവരുടെ സ്വഭാവങ്ങളും ഓരോ രീതിയിലാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാല് നാടിന് ശരിക്കും ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഈ ഹരിത കർമ്മസേന വന്നത്. അപ്പം നാടിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു വലിയൊരു സംഭവം, ഈ മാലിന്യ സംസ്കരണം, ഇത് വീടുകളിൽ നിന്ന് കൊണ്ടുപോവുക എന്നുള്ള ഈ സംവിധാനങ്ങൾ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ കാരണം നമുക്കറിയാം നമ്മളെ വീട്ടിലെ പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളെല്ലാം കളയുന്നതിന് വേണ്ടിയിട്ട് കത്തിച്ചാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പറയാം. ഇതൊന്നുമില്ല. ഈ സാധനം നമ്മൾ 50 രൂപ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലൊന്നുമല്ല. അപ്പോൾ നല്ല രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താൻ സഹായിക്കുന്ന നിങ്ങൾ എടുത്തു കൊണ്ടുവന്നു. കാരണം അതിന് യാതൊരു അറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ, സ്വർണ്ണങ്ങളൊക്കെ കിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്ന ഒരു സത്യസന്ധമായ അവസ്ഥ, ഇതൊക്കെ ചെയ്യുന്നതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.